ഹലോ. അപ്പം ഇന്ന് ഞങ്ങളുടെ കൂടെ ഉള്ള ഒരു കുട്ടിയുടെ ബ്രൈഡ് ടു ബി ആണ്. സോ അത് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ഞങ്ങളിവിടെ ട്രിവാൻഡ്രം പ്ലേറ്റഡിൽ പോവാന്നാണ് വിചാരിക്കുന്നത്. സോ എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങളുടെ കോസ്റ്റ്യൂം വന്നിട്ട് പിങ്ക് ഡ്രസ്സാണ് കേട്ടോ. പിങ്ക് ടോപ്പ്, ജീൻസോ എന്താണെങ്കിലും ഇടാം. അപ്പം എല്ലാവരും റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ പോയിട്ട് ബാക്കി പിന്നെ. ഓക്കെ, അപ്പം ഞങ്ങൾ 6 പേരുണ്ടായിരുന്നു. ബ്രൈഡും കൂടെയും കൂട്ടി 7 പേരായിരുന്നു. അപ്പം ഞങ്ങൾ 6 പേരും കൂടെ ഒരു ഓട്ടോ പിടിക്കാമെന്ന് 2 ഓട്ടോ പിടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ 3 പേരും ഒരു ഓട്ടോയിൽ കയറി അങ്ങോട്ട് പോവാണ്. അതായത് ഈ പ്ലേറ്റഡ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 3 to 4 കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ. ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നിടത്തുനിന്ന് ഒരു 3-4 കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ. അങ്ങനെ ഞങ്ങളിങ്ങനെ ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ എൻ്റെ മുടി സ്ട്രെയിറ്റൊക്കെ ചെയ്ത് വെച്ചിരുന്നു. ഞാനൊരു ക്ലിപ്പ് എടുക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആകെ ഈ ചെയ്ത് വെച്ചിരുന്ന ഫുള്ള് അലമ്പായിട്ടിരിക്കുകയാണ്. വെറുതെ ചെയ്ത് എന്തിനാണോ അത്രയും സമയം എനിക്കെടുത്ത് ഈ ഹെയർ സ്ട്രെയിറ്റ് ചെയ്ത് ഓട്ടോയിൽ പോയി മൊത്തം അലമ്പായി. ഞാൻ പിന്നെ ബ്രൈഡും ഗ്രൂമും അവർ ഒന്നിച്ച് അങ്ങ് എത്തിക്കോളാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ 6 പേർക്ക് സുഖമായിട്ട് ഓട്ടോയിൽ പോകാൻ പറ്റുമായിരുന്നു. അങ്ങനെ ഇതാണ് കേട്ടോ പ്ലേറ്റഡ് എന്ന് പറയുന്നത്. ഇതൊരു 3 സ്റ്റോറി ബിൽഡിംഗ് ആണ്. ഈ പില്ലർ കാണുന്നതാണ് ഞങ്ങളുടെ തിരുവനന്തപുരത്തെ സ്വന്തം എലിവേറ്റഡ് ഹൈവേ. ഓക്കെ, അത് കഴിഞ്ഞു ഞങ്ങൾ ഈ 3 സ്റ്റോറി ബിൽഡിങ്ങിൽ നമ്മൾ 2nd ഫ്ലോറും 3rd ഫ്ലോറും ഇത് രണ്ടും അവരുടെ തന്നെയാണ്. അതായത് പ്ലേറ്റഡ് റെസ്റ്റോറൻറ്റിൻ്റെ തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ ആദ്യമേ 3rd ഫ്ലോറിൽ പോകാമെന്ന് വിചാരിച്ചു. 3rd ഫ്ലോറിലാകുമ്പോൾ നമുക്ക് കാഴ്ചകളൊക്കെ കണ്ടിട്ട് നന്നായിട്ടിരിക്കാം. നല്ലതാണ്, അവിടുത്തെ വ്യൂ അടിപൊളിയാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അവിടെ ഭയങ്കര ക്രൗഡഡ് ആയിരുന്നു. ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് വേറെ ഒരു കമ്പനിയുടെ ആൾക്കാരും അവരൊക്കെ ഉണ്ടായിട്ട് അവിടെ കുറച്ച് ക്രൗഡഡ് ആയിരുന്നു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ അവിടെ ഇരിക്കാൻ പറ്റുമെന്ന് ഡൗട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 2nd ഫ്ലോറിലോട്ട് വന്നു കേട്ടോ. 3rd ഫ്ലോർ കഴിഞ്ഞിട്ട് ഞങ്ങൾ 2nd ഫ്ലോറിൽ വെച്ചിട്ട് അവിടെ തന്നെ വെച്ചിട്ട് കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അടിപൊളി ആംബിയൻസ് ആയിരുന്നു കേട്ടോ. നന്നായിട്ട് അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയായിരുന്നു അത്. എനിക്ക് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടമായി ഇവിടെ. അങ്ങനെ ഇതിൻ്റെ പ്രിപ്പറേഷനൊക്കെ നടക്കുകയാണ്. പെട്ടെന്ന് എടുത്ത ഒരു ഡിസിഷനായിരുന്നു കേട്ടോ. ബ്രൈഡ് ടു ബി കൊടുക്കാം എന്നുള്ള രീതിയിൽ പെട്ടെന്ന് എടുത്തുകൊണ്ട് ഒരുപാട് പ്രിപ്പറേഷനൊന്നും ആദ്യം ചെയ്തില്ല. അങ്ങനെ ഞങ്ങൾ ഓഫീസിൽ നിന്ന് ഇറങ്ങി ഞങ്ങളെല്ലാവരും കൂടെയും പോയിട്ട് ബലൂൺ വാങ്ങിക്കുകയും പിന്നെ സാഷേ വാങ്ങിക്കുകയും അതൊക്കെ ചെയ്തു. പിന്നെ കേക്ക് വാങ്ങി. അങ്ങനെ പെട്ടെന്നുണ്ടായ ഒരു തട്ടിക്കൂട്ട് പരിപാടിയായിരുന്നു. സോ ഇതാണ് ഞങ്ങളെ ബ്രൈഡ് ടു ബി കേക്ക്. കുഞ്ഞൊരു കേക്കാണ്, വലിയ കേക്കൊന്നുമില്ല. കാരണം ഇത് കഴിഞ്ഞിട്ട് ഫുഡും കൂടെയും കഴിച്ചിട്ടേ പോവുള്ളല്ലോ. അതുകൊണ്ട് ഞങ്ങൾ അത്യാവശ്യം ചെറിയൊരു കേക്ക് തന്നെയാണ് വാങ്ങിയത്. അങ്ങനെ കേക്ക് കട്ട് ചെയ്തു. ഞങ്ങൾ ഷെയറൊക്കെ ചെയ്തു, എല്ലാവരും കഴിച്ചു. ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ഇങ്ങനെയുള്ള മൊമെൻറ്റ്സൊക്കെ. ഞങ്ങളങ്ങനെ ഒരുപാട് എല്ലാ മൊമെൻറ്റ്സും ഒന്നും സെലിബ്രേറ്റ് ചെയ്യാറില്ല. ബട്ട് അവളുടെ മാരേജ് ഞങ്ങളിങ്ങനെ സെലിബ്രേറ്റ് ചെയ്തു. ബ്രൈഡ് ടു ബി സെലിബ്രേറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. അപ്പം
ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞങ്ങൾ. ഐ മീൻ ഇന്നും ഓഫീസിൽ നിന്ന് വരിക, ഫുഡ് ഉണ്ടാക്കുക, കഴിക്കുക, കിടക്കുക, അതിൽ കൂടുതൽ ഒരുപാട് സെലിബ്രേഷനൊന്നും ഞങ്ങൾ പോകാറില്ല. പക്ഷെ അതുകൊണ്ടായിരിക്കും ഇത് ഞങ്ങൾക്ക് ഭയങ്കര സ്പെഷ്യലായിരുന്നു. ഐ മീൻ ഭയങ്കര ഹാപ്പിയായി അത് കഴിഞ്ഞപ്പോഴേക്കും. അങ്ങനെ അവളെ കൊണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുപ്പിച്ചു. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ പിക്ചർ. അതുകൊണ്ട് തന്നെ ഞാനിത് എടുത്തെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായത്. അങ്ങനെ ഞങ്ങൾ ഇതിവിടെ കേക്കൊക്കെ കട്ട് ചെയ്തതിന് ശേഷം ഞങ്ങൾ വീണ്ടും തേർഡിൽ പോവാമെന്ന് വിചാരിച്ചു. തേർഡിൽ പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഏകദേശം ഒരു 6-6:30 ആയിട്ടുണ്ടാവും. അപ്പം അവിടെ ആംബിയൻസും അടിപൊളിയാണ്. അവിടെ ലൈറ്റൊക്കെ അവർ ഇട്ടിട്ടുണ്ടാവും. അപ്പം സൂര്യനൊക്കെ അസ്തമിച്ച് ആ ഒരു സമയമായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഈ ലൈറ്റ് ഒരു ഭയങ്കര രസമാണ് കേട്ടോ. അവിടെ ഭയങ്കര കാമായിട്ട് വന്നിരുന്ന് ഫുഡ് കഴിക്കാൻ ഭയങ്കര രസമാണ്. കുറച്ചുകൂടി ലൈറ്റ് ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ അടിപൊളിയാണ്. പക്ഷെ ഞങ്ങൾക്ക് ഇത്രയും പേർ കൂടി ഇരിക്കാനുള്ള സ്പേസ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ വീണ്ടും സെക്കൻഡ് ഫ്ലോറിൽ തന്നെ വന്ന് ഞങ്ങളെല്ലാവരും മന്തിയാണ് കേട്ടോ ഓർഡർ. മന്തിയല്ല അൽഫാമാണ് ഓർഡർ ചെയ്ത് ജ്യൂസൊക്കെ കഴിച്ചു. പിന്നെ ജ്യൂസും കുടിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങളൊരു 8-8:30 ആയപ്പോഴേക്കും ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ വന്നതുപോലെ തന്നെ 2 ഊബറൊക്കെ ബുക്ക് ചെയ്തു. ഞങ്ങൾ തിരിച്ചു പോയി. 3 പേരൊരു ഊബറിൽ കയറി അങ്ങനെ തിരിച്ചു പോയി. അങ്ങനെ പിന്നെ അത് നല്ല ഹാപ്പി ആയിട്ടത് കഴിഞ്ഞു. നല്ല ഹാപ്പി ആയിരുന്നു ഞങ്ങൾ. പിന്നെ ഞങ്ങൾ ഫ്ലാറ്റിലേക്ക് എത്തി. അപ്പോൾ അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.